കുഴപ്പമില്ല സുലു, നല്ല ചേലുള്ള കൊച്ചാന്ന് തോന്നുന്നു. തോന്നുവല്ലേ ചേച്ചി, നല്ല ചേലുള്ള കൊച്ചാണ്, അടിപൊളി കൊച്ചാ. പിന്നെ ചെന്ന് കാണുമ്പോ അറിയാം ചേല്. ഒന്ന് കാണിച്ചേ മോളെ. ഒന്നുകൂടെ കാണും നോക്കട്ടെ. ഈ കൊച്ചിന്റെ ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതും കേട്ടോ. അത് ഇട്ടത്തെ ഇങ്ങനെ നോക്കിയുണ്ടോ? രണ്ട് കണ്ണും തുറന്നു വെച്ച് നോക്ക്. രണ്ട് കണ്ണും തുറന്നിരിക്കുന്ന നല്ല എല്ലാം ഒരളവിലുള്ള കണ്ണാ. കൊച്ചിന്റെ പല്ലിച്ചിരി പൊങ്ങിയിട്ടില്ലയോ? ചേടാ, പല്ല് പൊങ്ങി കഴിഞ്ഞാൽ അത് താക്കാൻ എന്തെല്ലാം പരിപാടിയുണ്ട്. ഒരു കമ്പി വലിച്ചു കെട്ടിയാ പോരെ. അതുമല്ല ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും പല്ല് പൊങ്ങിയോന്നൊക്കെ നോക്കൂ. എന്റെ ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ. പല്ല് താന്ന കൊച്ചിനെ കൊണ്ടുവന്ന് ചേച്ചിയുടെ ആങ്ങളെ കൊണ്ട് കെട്ടിച്ച് കഴിഞ്ഞിട്ട് ആ കൊച്ചി ഇവിടെ വന്ന് ചേച്ചി തെറി പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് സഹിക്കുവോ? അതൊന്നും നടക്കൂല. ഇത്രയേ ഉള്ളു കാര്യങ്ങള്. ഇതിപ്പോ സത്യമാണോ ചേച്ചിയുടെ വിചാരം? സത്യത്തിന് എന്താ കുഴപ്പം? ഇവരൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഈ കല്യാണമൊക്കെ നടക്കാൻ വേണ്ടിട്ട് പെമ്പിള്ളാറെ ഫോട്ടോ ഈ കമ്പ്യൂട്ടറിനകത്തിലിട്ട് സുന്ദരിയാക്കിക്കൊണ്ട് വരും. എന്തൊരു സംസാരമായത്. എന്റെ ചേച്ചി ഇപ്പോഴത്തെ കാലത്ത് ഞാനത് ചെയ്യാറില്ല, പണ്ട് ചെയ്തിട്ടുണ്ട്. ഇതേ നോക്കൂ, കുമാരിയുടെ ആലോചനയ്ക്ക് വേണ്ടി കുമാരിയുടെ അച്ഛൻ എൻ്റെ ഫോട്ടോ കൊണ്ട് തന്നായിരുന്നു. ആ ഫോട്ടോ ഞാൻ കമ്പ്യൂട്ടറിലിട്ട് സുന്ദരിയാക്കി പല സ്ഥലത്ത് ഞാൻ കൊണ്ട് കൊടുത്ത്. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്നേ. പിന്നെ ഇവിടുത്തെ ചെറുക്കൻ്റെ കാലക്കേടിന്, അപ്പുണ്ണിയുടെ കാലക്കേടിന് അതിനെ ഇഷ്ടപ്പെട്ട് വിളിച്ചിറക്കൊണ്ടിഞ്ഞ് പോരുന്നത്. അതുകൊണ്ട് എന്താ, ഈ കൊച്ചിന്റെ ജീവിതം നല്ലപോലെ ആയില്ലേ? കുമാരിയായിട്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ അതിന്റെ കുറ്റിച്ചൂലെടുത്ത് ഒരെണ്ണം അങ്ങ് കൊടുത്തേനെ. ഇതൊരെണ്ണമുള്ള ചേച്ചി? അല്ല, വേറെ ഉണ്ട്. വേണോ? വേണ്ട. നീ കല്യാണം കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞ? ഇല്ല, കെട്ടിക്കുന്നില്ല. ഇതല്ലേ നിന്റെ പെങ്ങള്? കെട്ടായിരിക്കുന്ന നല്ലത്. അതെന്താ? വന്ന് കേറുന്ന പെണ്ണിനെ ഒരു സൗകര്യം കിട്ടത്തില്ല. സീതേച്ചി, എനിക്ക് ഈ പെണ്ണിനെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ബ്രോക്കറിനെ കൊണ്ട് നല്ല പെമ്പിള്ളാരെ നോക്കിക്കാം. എന്താ കുമാരി? അമ്മ, എനിക്ക് അത് തന്നെ തോന്നണത്. ഇയാള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നല്ലാതെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയരുത് കേട്ടോ. കൊച്ചിന്റെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം അവിടെ കയറി ഇറങ്ങി. പലതവണ വരും ചായയും ചോറും കഴിക്കാൻ വേണ്ടിട്ട്. ഇറങ്ങിപ്പോ, ഞാൻ വല്ലതും പറഞ്ഞു? ഇറങ്ങി പോയതൊന്നുമല്ല. കല്യാണം നടക്കാൻ വേണ്ടി അവിടെ ഇവിടെ വായി തോന്നിയ നോണ്ട മുഴുവനും പറയും. കള്ളനാ അയാള്. നടത്തിയ ഒരു കല്യാണം ഒന്ന് പറഞ്ഞേ. ഒരു കല്യാണം ഒന്നുമല്ല, എല്ലാ വീട്ടിലും പോയിട്ട് വെറുതെ ഇങ്ങനെ തിന്നിട്ട് ഇറങ്ങി പോവാ. ഈ കല്യാണം ഞാൻ നടത്തും ചേച്ചി. എന്നെ കൊണ്ട് നടത്തിക്കണം ചേച്ചി ഈ കല്യാണം. അമ്മ ആലോചിച്ച് തീരുമാനിച്ചോളട്ടോ. സീതേച്ചി, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ പെണ്ണ് വേണ്ട. വേണ്ട വേണ്ടെന്ന് പറഞ്ഞ ഞാൻ ഇനി ഏത് പെണ്ണിനെ കൊണ്ടുവരാനാണ്? ജാതകദോഷമൊക്കെ ഒത്തു വന്നൊരു പെണ്ണാണ്. നിങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. പെണ്ണിന് നല്ല കുടുംബമകി വേണം, ജോലി വേണം, സൗന്ദര്യം വേണം, പിന്നെ ജാതകദോഷം ഒത്തു വരണം. ഇതെല്ലാം കൂടെ ഒത്തു വന്നു കഴിഞ്ഞാൽ പങ്കമ്മാവനെ പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ? ഇത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പെണ്ണിന്റെ വീട്ടിൽ ഞാൻ പങ്കമ്മാവന്റെ ഫോട്ടോ പോലും കാണിച്ചിട്ടില്ല. അയ്യോ, അതെന്താ പങ്കിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാഞ്ഞ? അല്ല, പെണ്ണ് വീട്ടുകാർക്ക് പങ്കമ്മാവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതെ, ഞങ്ങളുടെ പങ്കാമൻ അത്ര മോശമൊന്നല്ല കേട്ടോ. ഞാൻ മോശമെന്നാണോ മോളെ പറഞ്ഞത്? പിന്നെ പങ്കമ്മാവ് നല്ലതല്ലേ? നമ്മക്കൊക്കെ നല്ലതാണ്. കാക്കയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞ്. പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടണ്ടേ? ചേട്ടന്റെ അഭിപ്രായം എന്താ? എന്താ വേണ്ട സീത? ഇപ്പോഴും അതൊന്നും മാറ്റമില്ലല്ലേ? ചേച്ചി പറ. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഈ കൊച്ചിനെ ഒന്ന് പോയി കാണുന്നതാണ് നല്ലത്. അതാണ്. അത് വേണോ? അത് വേണം. എന്റെ ഇത്ത, നമുക്ക് എന്തായാലും ഒന്ന് പോയി കാണാം. അതിന് വേറെ ചെലവൊന്നുമില്ലല്ലോ. ഇത്തത്തെ നമുക്ക് പോയി ആളിനൊന്ന് കാണാന്ന്, പെൺകൊച്ചിനെ കാണാം. എന്നാ പിന്നെ അങ്ങ് കാണാം. അല്ല, അതിനു മുമ്പ് ഈ ഫോട്ടോ പങ്കിയൊന്നും കാണിക്കണ്ടായോ? അത് വേണം. അല്ല, അവരോട് ഒന്നും ഇഷ്ടപ്പെടണ്ടായോ? പിന്നെ നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? അച്ഛൻ ഫോട്ടോ ഒന്നും ഇപ്പൊ കാണിക്കണ്ട. പങ്കാമനെ എങ്ങനെയെങ്കിലും ഉന്തി തള്ളി ആ പെണ്ണിന്റെ വീട് വരെ എത്തിക്കാൻ നോക്ക്. അതൊന്നും സാരമില്ല. പങ്കമ്മാവൻ ഫോട്ടോ കാണണം. പങ്കമ്മാവൻ വരുന്നിടം വരെ ഞാൻ ഇവിടെ ഇരിക്കും. ഫോട്ടോ കാണിച്ചിട്ടേ ഞാൻ പോന്നുള്ളൂ. വേണ്ട, ആ ഫോട്ടോ ഇങ്ങോട്ട് അയച്ചാൽ മതി, ഞങ്ങള് കാണിച്ചോളാം. ആ ഫോൺ ചെന്ന്. അങ്ങനൊന്നും ഫോട്ടോ ഒന്നും അയച്ചു തരാൻ പറ്റത്തില്ല. അതെന്താ? ഒരു പെൺപിള്ളേരുടെ ഫോട്ടോ എന്റെ ഫോണിൽ നിന്ന് ലീക്കാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇയാൾ എന്തിനാണ് ഈ ഫോട്ടോയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നേ? ഫോട്ടോ എങ്ങനെ നടക്കുന്നത്? ഇങ്ങനെ കാണിക്കും എല്ലാരും. അമ്മേ, ഇവിടെ വെറുതെ കാര്യമില്ലാതെ കുത്തിയിരുന്ന് ചോറും ചായയും കഴിക്കാനുള്ള പരിപാടിയായത്. കൊച്ചെന്തൊക്കെ പറയുന്നേ? ഞാൻ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ പോന്നുള്ളൂ. പങ്കമാവന് ഇഷ്ടപ്പെട്ടാ നാളെ പോയി കാണാം. അതാ പങ്കാമ വന്നല്ല. പങ്കാമ വായോ. എന്താ ഇവിടെ മന്ത്രിസഭ കൂടുണ്ടോ? വേഗം വാ. എന്തേ? അതെ, നാളെ ഫ്രീ ആണോ? നാളെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്തേ? അപ്പൊ അമ്മ നാളെ ആവാം. അങ്ങനെയാണെങ്കിൽ നാളെ ആവാം. അപ്പൊ ഇന്ന് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. എന്ത് നാളെ ആവാന്ന്? പങ്കമാവ്, ഈ പെൺകുട്ടി എങ്ങനെയുണ്ട്? പെൺകുട്ടി എന്താ ഇതിനെ പറ്റി? അല്ല, അതിനൊന്നും പറ്റിയില്ല. കാണാൻ കൊള്ളാവോ എന്നാണ് ചോദിച്ചത്.
കാണാൻ കുഴപ്പമൊന്നുമില്ലോ നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്, ഇഷ്ടപ്പെട്ടു. പങ്കിയമ്മാവാ, പങ്കിയമ്മാവനെ കൊണ്ടേ ഈ പെണ്ണ് നാളെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാ. ആരോട് ചോദിച്ചിട്ട് വേണ്ടാട്ടാ ചേച്ചി, എനിക്ക് ശരിയാവില്ല കേട്ടോ അത്. പങ്കി, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നാളെ നീയും ഇവിടുന്ന് കുറച്ചു പേരും കൂടി പോയിട്ട് ഈ പെൺകുട്ടീനെ കാണണം. ചേച്ചി എന്തീ പറയണ? എനിക്ക് മാനസികമായിട്ട് അത് എന്ത് മാനസികം? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ചേച്ചി ഞാൻ പറയട്ടെ. മിണ്ടരുത് പങ്കി, അതെ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. മാറങ്ങോട്ട്. അളിയാ, ഞാൻ സീത പറഞ്ഞതാ. അളി എനിക്ക് മാനസികമായിട്ട് സുരുത ഒന്ന് പറഞ്ഞ മനസ്സിലായി. ഞാൻ നാളെ പോകാനുള്ള സാരി തേച്ച് വെക്കട്ടെ. വഴിയാ കുമാരി, നിങ്ങൾക്കറിയാലോ എന്റെ ഒരു കാര്യം. അതാണ് കുട്ടി എണീക്കാൻ സമയമായിട്ട്. നീ ഇങ്ങോട്ട് വാ. ഞാൻ വരുന്നു. ഷാഹിന, തന്നോട് ഞാൻ നാളെ രാവിലെ തന്നെ ചെക്കനും പാർട്ടി അങ്ങ് വരും. ആ അത് മതി, അത് മതി. ആ ചെയ്താ മതി. ജമാല എന്റെ മാനസികമായിട്ടുള്ള നാളെ കഴിക്കാൻ അലുവയും ജിലേബിയും ലഡു ഒക്കെ ഉണ്ടാവൂലേ? ഞാനും വരൂട്ടോ. പറഞ്ഞാ മനസ്സിലാവില്ല പറ്റുക. ഞാൻ പോവില്ല. നിക്കട്ടെ. വാ വാ. ഷൈനോ, വരുന്നു. ഉമ്മ, ഇത്ത നോക്കിയത്. വാ എല്ലാരും വാ. അമ്മ വാ വാ. യമണ്ടം വീടാണല്ലോ ബ്രോക്കറെ. ബ്രോക്കറെ എന്ന് വിളിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ബിജു പി സി. അച്ഛനോടും മോനോടും പറഞ്ഞാൽ മനസ്സിലാവും. അല്ല, യമണ്ടം വീടാട്ടോ ബിജു പി സി. അത് പിന്നെ നമ്മുടെ കൊട്ടിലപ്പാട്ടിലെ വീടുമായിട്ടും ഒത്തു നിൽക്കണ്ടേ? എന്തായാലും പങ്കമ്മയുടെ ഭാഗ്യം. മൂപ്പര് വലുതുകാലം വെച്ച് കയറേണ്ട വീടല്ലേ ഇത്? പങ്കിമാനോടെ എന്തായി കാണിക്കണം? പെണ്ണ് കാണാൻ വന്നിട്ട് കാറി പോയിരിക്കുന്നു. ഇറങ്ങിട്ട് എന്തായി കാണിക്കണ? ഇറങ്ങിയ ആളല്ലേ? നമുക്ക് മാറിയുന്നില്ലെന്നുള്ള പോവേ. അതെ, നമുക്ക് പോവാ. എനിക്ക് എന്തൊക്കെ പോലെ തോന്നുന്നു. എനിക്ക് പെണ്ണാളിനൊന്നും ശരിയാവില്ല. പുണ്യ അമ്മാവന് വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വയറിന് കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അകത്ത് എന്ന് പറയാം. അവിടെ ആണെങ്കിൽ 5 കക്കൂസ് ഉണ്ട്. പറയട്ടാ. എനിക്ക് അതല്ല ഞാൻ പറയണത്. നമുക്ക് ഇത് ശരിയാവില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സീതേച്ചി എന്നെ ഏൽപ്പിച്ച വിട്ടേക്കുന്ന തോന്നിയാസം പറയുന്നത് കേട്ടോ. പെണ്ണ് കാണാൻ പെണ്ണിന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് വേണ്ടെന്നോ? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നേ. അല്ല, നമ്മൾ ഈ പെണ്ണ് കാണാനാന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ അവിടേക്ക്. ഓ, ഇപ്പൊ ആള് കൂടിയതാണ് കുഴപ്പം. പങ്ക്യാമൻ ഒരു ധൈര്യത്തിന് വേണ്ടിട്ടല്ലേ ഞങ്ങളൊക്കെ വന്നേ. പിന്നെ അത് മാത്രല്ല, പങ്ക്യാമന്റെ പെണ്ണിനെ ആദ്യം എനിക്ക് കാണണം. ഞാൻ കണ്ട ഓക്കെ പറഞ്ഞിട്ട് മതി കല്യാണം. അതല്ല കുട്ടി, ഇത് ശരിയാവില്ല. ഞാൻ പങ്ക്യാമൻ ഇനി ആള് കൂടിയതാണ് പ്രശ്നം. എങ്കിൽ ഒരു കാര്യം ചെയ്യും, പങ്ക്യാമൻ കാറിനകത്ത് പോയിരിക്കെ ഞങ്ങള് പോയി പെണ്ണ് കണ്ടിട്ട്. അതെങ്ങനെ ശരിയാവുന്നത്? ചെറുക്കനല്ലേ പെണ്ണിനെ കാണേണ്ടത്? അല്ല, ചെറുക്കൻ നാണാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചെറുക്കൻ കാണാൻ പോകും. അതെ സുനിതാട്ടാ, ആള് കൂടിയതാണ് പ്രശ്നമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാനും പങ്കിമാവനും ബ്രോക്കറും കൂടി പോയിട്ട് പെണ്ണ് കാണാം. സുനിതാത്തെ ഷാഹിനെയും ജമാലും വണ്ടിയിലിരിക്കും. എനിക്ക് മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. ഞാനും എന്റെ മോള് ജമാലും വരുന്നത് പങ്ക്യമാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ കണ്ടതാ. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പങ്ക്യമാന്റെ മുഖം ഇത്ര ഒരു കൊട്ട ഉണ്ടായിരുന്നു. നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഞങ്ങള് വരുന്നില്ല, നിങ്ങൾ പോയി കണ്ടോ. വണ്ടി എടുക്കടാ. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? വേറെ ആവശ്യമില്ലാത്ത വർത്താനം. അമ്മാവൻ എന്താ പറയണേ? എനിക്ക് പറ്റില്ല. എനിക്കിത് ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? നീ അവരുടെ വീടൊന്ന് നോക്കിയടാ. എന്താ വീടിന് കുഴപ്പം? നല്ല കാശുവണ്ടി ഇട്ട് അലുവ മുറിച്ച് വെച്ച പോലെ ഇരിക്കുന്നു ചമര്. അപ്പൊ അവിടെ കൊട്ടിലെ പാട്ടിനെന്താ കുഴപ്പം? കൊട്ടിലെ പാട്ടിന് കുഴപ്പമുണ്ടായിട്ടാണോ? എന്റെ കയ്യിൽ അതിനനുസരിച്ച് എന്തെങ്കിലും വേണ്ടേ? അത് ഞാനിവിടെ പറഞ്ഞല്ലോ. എന്ത്? 5 പൈസ കയ്യിലില്ലാത്ത ആളാണെന്നും പിന്നെ നല്ല മനസ്സിന്റെ ഉടമ ആയതുകൊണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതുകൊണ്ടാണ് ജീവിതം. ഒന്ന് പോടോടുന്നു മനുഷ്യനെ നാറ്റിക്കാൻ വേണ്ടി. പങ്ക്യമ്മ, ഇപ്പൊ ഈ പെയിന്റ് ആണ് പ്രശ്നമെങ്കിൽ കല്യാണം കഴിഞ്ഞ് നമുക്കതങ്ങ് മാറ്റി അടുപ്പിക്കാം.
സീതേച്ചി എന്നോട് പെണ്ണ് കാണിച്ചോണ്ട് ചെല്ലണോന്നാ പറഞ്ഞേക്കുന്നത്. മര്യാദക്ക് വന്നോണം. പങ്കിയമ്മ അങ്ങൾ പെട്ടെന്ന് തീരുമാനാക്ക്. വണ്ടിക്ക് എയർപോർട്ടിലേക്ക് ഓട്ടല്ലാന്ന്. എന്നാ നമുക്ക് എയർപോർട്ടിലേക്ക് പോയാലോ? ഈ എന്ത് തേങ്ങാക്കാൻ എയർപോർട്ടിലേക്ക് പോണേ? അല്ല ഇവിടുന്ന് പോവാലോ? എന്റെ അമ്മമ്മ ഒരു അവര് വന്നു. ആ ബിജു എത്തിയല്ലോ. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് കേറി വാ. അതല്ല, നമ്മൾ അങ്ങോട്ട് കേറുന്നതിനൊരു സമയമുണ്ടല്ലോ. ഒരു 25 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് കയറി വരും. പെണ്ണ് കാണാൻ എന്ത് കാലവും നേരവും. കേറി വാ എല്ലാരും. വേണ്ടേ? ഇതാണ് ചെറുക്കൻ, കൂട്ടത്തിൽ മീശയില്ലാത്ത ആള്. പിന്നെ ഇവിടുത്തെ പെണ്ണിന് മീശയില്ലല്ലോ. അല്ല ഞങ്ങൾക്കും മീശയില്ല. ആ ശരിയാണല്ലോ, ഇവരുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് മീശയില്ല. എന്തൊക്കെയാണ് ഈ പറയണേ? അതെ, വിവരക്കേട് പറയാൻ കൂടെ നടക്കുക. ഞങ്ങൾ ബ്രോക്കർമാരുടെ ഒരു തമാശയാണ്. എന്തുകാരെ പിടിച്ചിരുത്തണ്ടേ? നിന്നൊക്കെ അല്ലേ കൊണ്ടുവന്ന് അങ്ങോട്ട്. ചെരുപ്പ് അവിടെ ഇട്ടാ മതി, ഒന്നും കുഴപ്പമില്ല. പങ്കിയമ്മ മുമ്പ് അമ്മ ഇഞ്ഞു വരാൻ പറ. പിന്നെ എല്ലാരും അറിയാൻ വേണ്ടി പറയാ, ഇതാണ് പെണ്ണിന്റെ മൂത്തമ്മാവൻ. ഞങ്ങളുടെ കുടുംബത്തിലെ ഏക പെൺതരിയ രാധിക. ആണോ? അപ്പൊ പിന്നെ രാധികയുടെ അമ്മയും അമ്മൂമ്മയൊക്കെ? അതെന്താന്നറിയാ അമ്മാവ് ഉദ്ദേശിച്ചത്? ഇപ്പോഴത്തെ ജനറേഷനിലെ ഏക പെൺതരിയാണ് രാധിക എന്നാ പറഞ്ഞേ. ആ ന്യൂ ജനറേഷൻ. ബാക്കി എല്ലാം ആൺപിള്ളേരാ. പെണ്ണ് വന്ന് പ്രായം കൊണ്ട് പങ്കിയമ്മാവന് കറക്റ്റാ. അയ്യോ, അത് പെണ്ണല്ല, അത് പെണ്ണിന്റെ അമ്മയാണെന്ന്. പെണ്ണിന്റെ അമ്മയാ, പേടിക്കണ്ട. നമസ്കാരം. നമസ്കാരം. ഇതാണ് സരസ്വതി ചേച്ചി, അതായത് പെണ്ണിന്റെ അമ്മ. ഈ ഇരിക്കുന്ന മാധവണ്ണന്റെ രണ്ടാമത്തെ പെങ്ങള്. അങ്ങനെ ഒരു ഉണ്ണിയപ്പം കഴിക്കാലോ. പിന്നെ ചേച്ചിക്ക് ഭർത്താവില്ല, മരിച്ചുപോയി. ആണോ? നല്ല കാര്യം. അമ്മ നമസ്കാരം. ഓ നമസ്കാരം. അമ്മയുടെ അച്ഛൻ എപ്പോഴാണ് മരിച്ചത്? അല്ല, ഇവിടുത്തെ പെണ്ണിന്റെ അച്ഛനാ മരിച്ചത്. ആ പെണ്ണിന്റെ ഭർത്താവ് എപ്പോഴാണ് മരിച്ചത്? നമുക്കെല്ലാം വിശദമായിട്ട് അറിയാം. സമയമുണ്ടല്ലോ, സമയം കിടക്കല്ലേ. അങ്ങനെ ഇപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പം ബ്രോക്കറെ? അയ്യോ, ബ്രോക്കറെ എന്ന് വിളിക്കരുത്, ബിജു പി സി അങ്ങനെ ക്ഷമിക്ക്. പിന്നെ ബിജു പി സി അത് ശരിയല്ലേ. അപ്പോഴേ അവിടുന്ന് വന്നവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ഞാൻ അതങ്ങ് മറന്നുപോയി. ഇതാണ് ചെറുക്കൻ. എന്താ പേര്? പങ്കിയമ്മാവൻ. പങ്കിയമ്മാവനോ? പങ്കജാക്ഷൻ എന്നാണ് കറക്റ്റ് പേര്. പങ്കു അമ്മാവൻ, പങ്കു അമ്മാവൻ, പങ്കു ചേട്ടൻ, പങ്കുക്ക, ഇങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടും. പൊളിറ്റിക്സല്ലേ. അപ്പുള്ളി ചില സമയത്ത് കുങ്കിയമ്മാവാന്ന് വിളിക്കും. കുങ്കിയമ്മാവനോ? അത് ദേഷ്യം പിടിക്കുമ്പോ വിളിക്കണതാ. കാശ് കൊടുത്തിട്ട് കാശ് കടം ചോദിക്കുക. അപ്പൊ എന്തേലും കൊടുക്കാനില്ലാണ്ടാവുമ്പോ ദേഷ്യം വന്നിട്ട് പറഞ്ഞതാ. ഓ, അതിന്റെ ദേഷ്യത്തിന് വിളിക്കുന്നത്. ഇതാ പുണ്ണി, പങ്കി അമ്മാവന്റെ ഏക പെങ്ങളുടെ നടുവലത്തെ മകനാണ്. വലിയ ഫാമൊക്കെ ഉള്ള ആളാ. അതെ. ഫാമൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ തൊഴുത്ത. അവിടെ 2 പശുക്കളുണ്ട്, നന്ദിനി രമണി. എന്തോ? നന്ദിനി രമണി. നന്ദിനി രമണി. അതെ, ഉള്ളത് പറഞ്ഞാൽ മതി കേട്ടോ, ഇല്ലാത്ത നുണയൊന്നും പറയണ്ട. പിന്നെ മൂത്തൊരു മകനുണ്ട്, പുള്ളി ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ വലിയ സബ് കളക്ടർ അല്ല, സർവേറ. പിന്നെ ഇളയ മകനുണ്ട്, അവൻ അങ്ങ് ദുബൈയില്ല. അമ്പിളി എന്നാ പേര്. അമ്പിളിയുടെ വൈഫാണ് ഇത്, ഷാഹിന. ഓ, അപ്പം ബന്ധുക്കളാണല്ലേ? ഞാൻ വിചാരിച്ചു അയലോക്കാരാണ്. അയ്യോ, ഇത് ഷാഹിനയുടെ ഉമ്മയാണ്. ഓ, ഞാൻ മാമ. ഇപ്പൊ ഷാഹിന എങ്ങനെ ഇവിടെ വന്നു എന്നായിരിക്കും ചിന്തിക്കുന്നേ. അത് ഞാൻ പറഞ്ഞുതരാം. ഉമ്മ, അത് പിന്നെ പറഞ്ഞ പോരെ? അല്ല മോളെ, പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. അല്ല ഉമ്മ, എന്നാലും ഒന്നുമില്ല. വലിയൊരു മിണ്ടുമ്പോ പിള്ളേര് മിണ്ടായിരിക്കണം, അല്ലേ? അങ്ങനല്ലേ? ആ, അതെന്താന്നറിയ ചേച്ചി, ഇപ്പൊ പറഞ്ഞില്ലേ ഒരു അമ്പിളിമോന്റെ കഥ പറഞ്ഞില്ലയോ? അമ്പിളിമോന്റെ ജോലി എന്ന് വെച്ചാൽ കേബിൾ ഓപ്പറേറ്റർ ആണ് അമ്പിളിമോനെ. ഓരോ വീട്ടിലും ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് നടക്കുന്ന ആളാണ് അമ്പിളിമോനെ. അപ്പൊ അങ്ങനെ കണക്ഷൻ കൊടുത്ത് വന്ന് ഞങ്ങളുടെ വീട്ടിലും വന്ന് ഇവൻ കണക്ഷൻ കൊടുത്ത്, ആ കണക്ഷനിലുള്ളതാണ് ഈ കൊച്ച്. അയ്യോ, ഇതേ എന്റെ ഭർത്താവ് മജീദിക്കയ്ക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. മജീദിക്ക് ഇത് സമ്മതിക്കത്തേ ഇല്ലായിരുന്നു. അപ്പൊ ഈ അമ്പിളിമോൻ എന്ത് ചെയ്തു എന്നറിയാമോ? കല്യാണമൊക്കെ ബഹുരസമാണ് എന്റെ ചേച്ചി.
ടാർപ്പയുണ്ടല്ലോ ടാർപ്പ ആ ടാർപ്പയ്ക്കകത്ത് പൊതിഞ്ഞ ഇവളെ കൊണ്ടുപോയത്. ഈ ടാർപ്പയെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകാൻ സഹായിച്ച ആരാന്നറിയാവോ? ഈ ഇരിക്കുന്ന പങ്കിയമ്മാവൻ. അപ്പൊ ടാർപ്പയെ പൊതിഞ്ഞു കേട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും പങ്കജാക്ഷൻ. അല്ല ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് കൊണ്ടുപോയിന്നുള്ളേ അതിൽ പങ്കമാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയായിരുന്നു. പങ്കമാൻ ടാർപ്പയെ കൊണ്ടുവന്ന് അവരെ മച്ചിന്റെ പുറത്ത് താമസിപ്പിച്ച് ഭക്ഷണവും കൊടുത്ത് ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി അവസാനം കോംപ്രമൈസ് ആക്കി. വീട്ടിൽ അങ്ങനെ ഒന്നും നടന്നാൽ അവർ സമ്മതിക്കില്ലേ? അപ്പൊ അങ്ങനെ പ്രയാസം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ. പിന്നെ ഇപ്പൊ ചേച്ചി ചിന്തിക്കുന്ന എന്താന്ന് എനിക്കറിയാം. എന്താ? ഇത്ര ചെറുപ്പക്കാരി സുന്ദരിയായ ഞാൻ എങ്ങനെ ഇവിടെ ഉമ്മയായി? അത് ഞാൻ ചിന്തിച്ചു. അത് ഞാൻ പറഞ്ഞുതരാം. ഇവളങ്ങ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയല്ലോ. അല്ല, അമ്പിളിമോന്റെ കൂടെ ഇറങ്ങിപ്പോയല്ലോ. അതിനുശേഷം ഇവളുടെ ബാപ്പ അങ്ങ് ഒറ്റപ്പെട്ടു പോയി. പുള്ളിക്ക് അങ്ങ് സപ്രഷനായി. ഡിപ്രഷൻ ആണോ ഉദ്ദേശിച്ചത്? അതെ, അങ്ങനെ പറയാ. അതായതിനു ശേഷം ഈ ഒറ്റപ്പെട്ടുള്ള ജീവിതമല്ലേ, അത് കണ്ട് സങ്കടം തോന്നിട്ട് ഇവരെല്ലാരും കൂടെ എന്നെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് പുള്ളി എങ്ങേപ്പിച്ച്. അതിനുശേഷം പുള്ളി ഇപ്പൊ എപ്പോഴും ഹാപ്പിയാ. അങ്ങനെ എന്നെ ഇവിടെ വാപ്പ കെട്ടിക്കൊണ്ട് വന്നപ്പോ ഒരു ഗിഫ്റ്റ് കിട്ടിയ പോലെ എന്റെ ആങ്ങളെയും കൂടെ അങ്ങ് കൂടി. എന്നാലും ഞാൻ താമസമൊക്കെ വരെ വീട്ടിലാട്ടോ. ഒരു കഥയില്ല, ഒന്നിനും കൊള്ളത്തില്ല, എപ്പോഴും തീറ്റി മാത്രമേ ഉള്ളൂ. നീ ഇടുക്കി പോയൊരു മിടുക്കന്റെ കഥ പറഞ്ഞില്ലേ, ആ മിടുക്കൻ എന്ത് ചെയ്തു എന്നറിയാവോ? വേറൊരു മിടുക്കി അങ്ങ് വളച്ചങ്ങ് ഓടിച്ച്. അതിൽ 2 കുരുപ്പായപ്പോഴാണ് ഞങ്ങളെല്ലാം അറിയുന്നത്. പിന്നെന്ത് ചെയ്യാന്നാ, വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാൽ അതിപ്പോ എന്ത് ചെയ്യും? പിന്നെ ഈ അപ്പുണ്ണി. അതെ, ആ കഥ മതി. എന്റെ പേര് അപ്പുണ്ണി, എന്റെ ഭാര്യയുടെ ഒരു കുമാരി. കുമാരി ഇപ്പൊ PSC ടെസ്റ്റ് ഒക്കെ എഴുതി നിൽക്കുക, ജോലി കിട്ടും. എനിക്കൊരു മോനുണ്ട്, സുഷ്കാന്ത്. ഈ കുമാരി അപ്പുണ്ണി എങ്ങനെ കെട്ടിയെന്നറിയാവോ? കുമാരി അപ്പുണ്ണിയെ കെട്ടിയില്ലെങ്കിൽ അപ്പുണ്ണി ചത്തുകളയെന്ന് പറഞ്ഞു. അവസാനം അപ്പുണ്ണി കുമാരിയും കൂടെ അങ്ങ് അങ്ങ് പോയി. ഇറങ്ങിപ്പോയിട്ട് അപ്പച്ചിയുണ്ട്. ബഹുരസം കേട്ടോ, ഒരു അപ്പച്ചിയുണ്ട് വീട്ടില്. ആ അപ്പച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് അവസാനം ഈ പങ്കമ്മ മുന്നിൽ നിന്ന് കേട്ടോ കോംപ്രമൈസ് ആക്കി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അപ്പച്ചി വന്നില്ലല്ലേ? അപ്പച്ചി വന്നില്ല. അപ്പച്ചി കൂടെ കൊണ്ടുവന്നെങ്കിൽ നന്നായിരുന്നേനെ. കാറിലിരുന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞാലേ കേട്ടില്ലല്ലോ. വിശദീകരണമൊക്കെ കഴിഞ്ഞു. അപ്പൊ ചേച്ചി എങ്ങനെയാ, ഞങ്ങൾ നിക്കണ പോണ? എനിക്കിങ്ങനെ തുറന്ന് സംസാരിക്കുന്നതിനോട് ഒരുപാട് ഇഷ്ടമാണ്. അല്ല, ഏതായാലും വന്ന സ്ഥിതിക്ക് കാപ്പിയൊക്കെ കുടിച്ച് മോളെയൊക്കെ കണ്ടിട്ട് പോയാ പോരെ? സെറ്റ്. മോളെ വിളിക്ക്. അപ്പൊ സന്തോഷത്തിന് ഞാനൊരു ലഡു കൂടി എടുക്കണം. കഴിക്കാനല്ലേ വെച്ചിരിക്കുന്നത്. മോനെ സുമേഷേ. അയ്യോ, പെണ്ണിന്റെ പേര് രാധികയെന്നല്ലേ പറഞ്ഞു? അയ്യോ, ഇത് മോനെ വിളിച്ചതാ. മോനെ രാധിക മോളെ വിളിച്ചോണ്ട് വാ. ഇപ്പൊ വരും കേട്ടോ. ചെറുക്കനങ്ങ് കൊടുക്ക്. ഇനി അപ്പുണ്ണിക്ക് ഒരു ഗ്ലാസ്. മോളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ പങ്കജാക്ഷ. എന്തെങ്കിലും ചോദിക്കും പങ്കമ്മവാ. എന്താ ചോദിക്കാ? അമ്മാവാ, എന്തെങ്കിലും ചോദിക്കാൻ ആള് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? എന്താ പേര്? രാധിക. അതവിടുന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്. എത്ര വരെ പഠിച്ചു? BA വരെ. അതും നമ്മൾ ഇറങ്ങുമ്പോ തന്നെ പറഞ്ഞല്ലേ. വേറെ എന്തെങ്കിലും ചോദിക്കും പങ്കിയമ്മാവാ? വേറെന്തെങ്കിലും ചോദിക്കും പങ്കമ്മവാ. വേറെ ചായ കുടിച്ചോ? ഇത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. ഇത്ര ആൾക്കാരുടെ ഇടയ്ക്ക് വെച്ച് പെണ്ണോട് സംസാരിക്കാൻ ഒരു ചമ്മലുണ്ട് ഇല്ലേ? നമ്മുടെ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളത് ചേട്ടനല്ലേ? ഞാൻ തന്നെ. അപ്പൊ ഈ പെണ്ണ് കാണൽ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് പറ. ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പുറത്തിരുന്ന് സംസാരിക്കും. അല്ല എന്താ? നിങ്ങളിവിടെ നിൽക്കേ. അല്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് വീട്ടിൽ പോകണം, അവര് പോകുമ്പോ പോകണം. അല്ല ചേച്ചി പോരും, നിങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കണ്ടേ?
അതൊക്കെ വേണോ? പിന്നെ അത് വേണം. കാരണന്മാര് കാര്യങ്ങൾ സംസാരിക്കണ്ടല്ലോ. കാരണന്മാര് കാര്യങ്ങൾ സംസാരിക്കണമാരാണോ? നിങ്ങൾ സംസാരിക്കണ്ടേ? നിങ്ങളല്ലേ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ട് ഞാൻ ചേച്ചിനെ വിളിച്ചിട്ട് അല്ല ഇവിടെ നിന്നാ വന്നിട്ട് ഞാനോ? ആ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങളല്ലേ സംസാരിക്കേണ്ടത്. നിങ്ങൾ ഓക്കെ, ഞാൻ ചേച്ചിനെ വിളിച്ചിട്ട് വരാം. ഓക്കെ. ആ കൂടെ പോരെ. പങ്കേട്ടാ എപ്പോഴാ വന്നേ? ഇതെന്റെ വീടാ. അതെ അതെ, എൻ്റെ വീട് ചോറ്റാനിക്കരയാണ്. അതറിയാം. പിന്നെ ഞങ്ങള് വരാൻ വൈകിയില്ലല്ലോ അല്ലേ? ഇല്ല. പിന്നെ എന്താ ഇപ്പോ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. അറിയില്ല? എന്നാ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറയാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? EMS നമ്പൂതിരിപ്പാട്. കറക്റ്റ് അല്ലേ? എന്നാ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? അറിയില്ലേ? എന്നാ എന്നോട് ചോദിക്കും, ഞാൻ പറയാം. ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? നെഹ്റു, ജവഹർലാൽ നെഹ്റു. കറക്റ്റ് അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നു. അത് ശരി. എന്നിട്ട് ഏതുവരെ എത്തി? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു.